തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കേരളത്തില് തമിഴ്നാട്ടിലെ തോട്ടങ്ങൾ പച്ചക്കറി തോട്ടങ്ങൾ കേരളത്തിലേക്ക് വേണ്ടി സെപ്പറേറ്റ് തോട്ടങ്ങളാ. ശ്വസിച്ചാൽ പോലും മരിച്ചു വീഴുന്ന എൻഡോസൾഫാൻ വെച്ച് അടിച്ച് അത് കുളിപ്പിച്ച് ആ പച്ചക്കറി ഇവിടെ കൊണ്ടുവരുന്നു. കേരള സർക്കാരിന് അത് തിരിച്ചയക്കാൻ പറ്റുമോ? നമ്മുടെ ഒരു ഏലക്ക അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലും വിഷം ഉണ്ടെങ്കിൽ അവർ മൊത്തം ഏലക്ക തിരിച്ചയക്കും. ഇവിടെ വരുന്ന പച്ചക്കറിയിൽ വിഷമെന്ന് കണ്ട് ഒരു ലോറി വേണ്ട, ഒരു ആപ്പിൾ പോലും തിരിച്ചയക്കാൻ പറ്റുമോ? നമുക്ക് പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? നിങ്ങൾ മുല്ലപ്പെരിയാർ വിഷയമെന്നും പറഞ്ഞ് ഞങ്ങളോട് മേടിച്ച കാശ് തിരിച്ചു വെച്ചിട്ട് ഞങ്ങളുടെ സാധനങ്ങൾ ഇങ്ങോട്ട് തിരിച്ചയച്ചാൽ മതി എന്ന് അവർ പറയും. അപ്പൊ ഈ മുല്ലപ്പെരിയാർ ഡാം കാരണം കേരളത്തിലെ ജനങ്ങൾ നല്ല ഭക്ഷണം കഴിക്കുന്നില്ല, നല്ല വെള്ളം കുടിക്കുന്നില്ല, നല്ല വായു ശ്വസിക്കുന്നില്ല. നമ്മുടെ സമസ്ത ദുരിതങ്ങൾക്കും കാരണം ഈ മുല്ലപ്പെരിയാർ ഡാമാണ്. അത് അവിടെ നിന്ന് നമ്മുടെ തലയുടെ മുകളിൽ നിന്ന് പോയേ പറ്റൂ. അല്ലെങ്കിൽ നമുക്ക് എന്തിനെങ്ങനെ ജീവിക്കണം? നമ്മൾ എന്തിനു ജീവിക്കണേ? ഒരു ചായയിൽ ഒഴിക്കണ പാല് പോലും ആർട്ടിഫിഷ്യലാണ്. തമിഴ്നാട്ടിൽ നിന്ന് വരുന്നതും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നു. അത് ചെക്ക് ചെയ്യാനുള്ള ഒരു സംവിധാനം ഈ നാട്ടിലില്ല. നമ്മളെ എന്തിനാ ജീവിക്കണേ? വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയുണ്ടോ? തെങ്ങുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ വിഷമാണ് നമ്മൾ വലിയ വില കൊടുത്തപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് എന്താ വില? ഈ വലിയ വില കൊടുത്ത് ഈ വെളിച്ചെണ്ണ വാങ്ങുന്നതിന്റെ കാരണം മുല്ലപ്പെരിയാർ ഡാമാണ്. ഞങ്ങൾ തന്നത് നിങ്ങൾ തിന്നാ മതി എന്നുള്ള ധാർഷ്ട്യം അവര് തിന്നത്തില്ല. തമിഴ്നാട്ടിലെ കൃഷിക്കാര് ഇങ്ങോട്ട് വിടുന്ന പച്ചക്കറി ഒന്നും എടുത്ത് കഴിക്കില്ല. എന്താ ആരോഗ്യമാണ് അവന്മാർക്ക്? ഇവിടെ 10-30 വയസ്സുള്ള ചെറുപ്പക്കാരനൊക്കെ കുഴഞ്ഞു വീണ് മരിക്കുന്നു. എന്നിട്ട് വാക്സിന് കുഴപ്പമില്ലാന്നൊന്നും ഞാൻ പറയുന്നില്ല, കുഴപ്പമുണ്ടാവുമായിരിക്കും, പോട്ടെ. ഒരുപാട് കുഴപ്പങ്ങൾ വേറെ പറയണത്. കുഴപ്പം എന്താണ്? അവൻ തിന്നുന്ന ഭക്ഷണവും കുടിക്കുന്ന വെള്ളവും ശ്വസിക്കുന്ന വായുവാണ് അവൻ കുഴഞ്ഞു വീഴാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ടത്. ഇതെല്ലാം മുല്ലപ്പെരിയാർ ഡാമിലേക്കാണ് ഇത് പോയിന്റ് ചെയ്യുന്നത്, എല്ലാ കാര്യങ്ങളും. ഈ സാധനം നമ്മുടെ തലയ്ക്ക് മുകളിൽ നിന്ന് പോകാണ്ട് നമുക്ക് മലയാളികൾക്ക് ഒരു രക്ഷയില്ല. ലോകത്തിലെ ജനങ്ങൾ പുച്ഛിക്കൂലേ? ഇത്രയും വിവരം കേട്ടാ ഈ ഡാം ഒന്ന് തകർന്നിരിക്കട്ടെ. നമ്മൾ എന്തായി? ഈ നാട്ടിലെ ജനങ്ങൾ എന്തായി? ആലോചിച്ചാൽ മതി. ഇത്രയൊക്കെ പറയാനുള്ളൂ.